എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ ആദ്യമായി നേരുക. കുട്ടികളൊക്കെ ഉഷാറല്ലേ? അടിപൊളിയല്ലേടാ? സൂപ്പറല്ലേ നിങ്ങള്? എനിക്കിങ്ങനെ മനസ്സ് നിറഞ്ഞു കേട്ടോ. കാരണം സത്യം പറഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും നമ്മളെ പരിപാടി നടത്താനൊരു ഹാള് കിട്ടാത്ത മതത്തിൽ അത്രയും നിങ്ങളിങ്ങനെ വളരുകയാണല്ലോ എന്നറിയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് നമ്മുടെ ഈ രക്ഷിതാക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴാണ്. നിങ്ങളോട് സഹതാപം കൊണ്ടല്ല ഞാൻ പറയണത്, സന്തോഷം കൊണ്ടാണ്. നമുക്ക് എത്രയും നിന്നൂടെ? എങ്ങനെ നിന്നൂടെ? എന്താ കാര്യം എന്നറിയോ? ഞങ്ങളുടെ 4 വർഷം മുമ്പ് നമ്മളിത് തുടങ്ങുമ്പോൾ ഉള്ള നമ്പറിനേക്കാൾ അന്ന് ഞങ്ങൾ SSLCയും +2വും LSS USS NMMS എല്ലാം ഒരൊറ്റ സമയം നടത്തിയിരുന്നു, ഒരൊറ്റ ഹാളിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കി ഒരു സമയം കൊണ്ട് കഴിയില്ല. അപ്പോൾ രാവിലെ തുടങ്ങി ഉച്ചവരെ SSLC +2 കുട്ടികൾ, അത് കഴിഞ്ഞ് LSS USS. അപ്പോൾ കഴിഞ്ഞ വർഷം വരെയും ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു കാര്യം, രാവിലത്തെ സെഷൻ കഴിഞ്ഞു. ഇപ്പം ഇന്നും അതെ, രാവിലത്തെ സെഷൻ കഴിഞ്ഞു, അവരൊക്കെ പോയി. ഇനി രണ്ടാമത്തെ സെഷന് ഞാൻ കരുതിയത് നമുക്ക് ഇത്ര ഈ ഹാളിൽ നിറയാൻ മാത്രം ആൾ ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പെരിന്തൽമണ്ണ വളരുന്നത് ഇങ്ങനെയാണ് എന്നാണ് എനിക്ക് അഭിമാനത്തോടെ പറയാനുള്ളത്. ഇങ്ങനെയാണ് വളരുന്നത് നമ്മളുടെ മക്കളിലൂടെ. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നത് ആരാന്നറിയോ? നിങ്ങൾ ഈ ചേർത്ത് പിടിക്കുന്നത് ആരെയാണെന്നറിയോ? നാളത്തെ നക്ഷത്രങ്ങളെയാണ് നിങ്ങൾ മടിയിലിരുത്തിയിരിക്കുന്നത് എന്ന് എൻ്റെ അമ്മമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവർ ചെറിയ കുട്ടികളല്ല, സാധാരണ കുട്ടികളുമല്ല. LSS എന്ന് പറയുന്ന ഒരു പരീക്ഷ ജയിച്ച 4ാം ക്ലാസ്സുകാരൻ ഇപ്പം 5ലെത്തി ഉണ്ടാവും അല്ലേ? 5ലല്ലേ? 5ാം ക്ലാസ്സിലൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആവട്ടെ, അവളുടെ ടാലൻറ്റിനെ എൻ്റെ അമ്മമാരെ ഉമ്മമാരെ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ദേ ആർ ടാലൻ്റ് ഇനഫ്. അവർ മിടുക്കരാണ്, മിടുമിടുക്കരാണ് അല്ലേ? മക്കൾ പറയാ അല്ലേ? നിങ്ങൾ മിടുക്കരല്ലേ? ഉഷാറായി പറയടാ അല്ലേ? പോരാ, ഉഷാറായി പറ. അതന്നെ നിങ്ങൾ മിടുമിടുക്കരാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ 2 പേരും ഇവിടെ 3 പേരും സംസാരിച്ചപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുധയെത്തിയുണ്ട്. പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ തുടങ്ങുകയാണ് അല്ലേ? ആദ്യത്തെ മത്സര പരീക്ഷ എഴുതി 4ാം ക്ലാസ്സിൽ നിന്ന് LSS എഴുതി നിങ്ങൾ തുടങ്ങുകയാണ്. ഇംഗ്ലീഷിലൊരു പ്രധാനപ്പെട്ട കോട്ടുണ്ട്, സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലർ ഈസ് നോട്ട് ഫാറ്റൽ എന്ന് പറഞ്ഞാൽ സക്സസ് ഈസ് നോട്ട് ഫൈനൽ, വിജയം എന്ന് പറയുന്നത് അവസാന വാക്കല്ല. ഫെയിലർ എന്ന് പറയുന്നത്, പരാജയം എന്ന് പറയുന്നത് എന്നേക്കുമുള്ളതുമല്ല. നിങ്ങളെല്ലാവരും ഫുട്ബോൾ കളി കാണുന്നവരാണോ കുട്ടികളെ? എല്ലാവർക്കും ടീമുണ്ടോ? ഫിഫ കാണാൻ തുടങ്ങിയോ? കളി എങ്ങനെയുണ്ട്? എൻ്റെ ടീം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? അറിയോ? അർജന്റീന. ആരാ പറഞ്ഞത്? എൻ്റെ ടീം അർജന്റീന. അർജന്റീനയിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്താന്ന് കൈ പൊക്കിയേ? ഓ, എൻ്റെ ഒപ്പം ആളുണ്ട്. ഓക്കെ, ബാക്കി എല്ലാ ടീമിൻ്റെ ഫാൻസിനും എൻ്റെ എല്ലാ ഹൃദയാഭിവാദ്യങ്ങളും ആദ്യമായിട്ട് നേരെയാണ്. നമുക്ക് കളി അടിപൊളിയായി കാണണ്ടേ? ഓക്കെ, ഞാൻ നിങ്ങളോട് കളിയെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം പറയാണ്. ലയണൽ മെസ്സിനെ അറിയില്ലേ? മെസ്സി സൂപ്പർ അല്ലേ? ലയണൽ മെസ്സി സ്കൂളിൽ പോകുമ്പോൾ എന്നും ആക്ഷേപിക്കപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. എന്താ പ്രശ്നം എന്നറിയോ? മെസ്സിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഹൈറ്റ് കുറവായതിൻ്റെ പേരിൽ ലയണൽ മെസ്സി സ്കൂളിൽ നിന്ന് ആക്ഷേപിക്കപ്പെടും. കളിക്കാൻ തുടങ്ങിയപ്പോൾ മെസ്സിയുടെ പ്രശ്നം എന്താണ്? മെസ്സിയെ കളിക്ക് കൂട്ടാനേ ആൾ തയ്യാറല്ലായിരുന്നു. കാരണം അർജന്റീനയുടെ ഗ്രാമങ്ങളിൽ മെസ്സി കളിച്ചു വളരുമ്പോൾ മെസ്സിയെ ടീമിലെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല.
അങ്ങനെ ആ കുഞ്ഞു ബാല്യത്തിൽ മെസ്സിയുടെ മനസ്സിൽ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു, ഒരു കാലത്ത് ഞാൻ ഇവരെ കൊണ്ടെല്ലാം കൈയടിപ്പിക്കുന്ന ഒരു പ്ലെയറായി മാറുമെന്ന്. പിന്നെ കാലം പിന്നെയും കഴിഞ്ഞു. മെസ്സി ടീമിലെത്തി, മെസ്സി വളർന്നു. മെസ്സിയെ കാത്തിരിക്കുന്ന ഒരുപാട് തോൽവികളെ മെസ്സി അതിജയിച്ച് അവസാനം 2022 ഖത്തറിൽ നടന്ന ഫിഫ ഫൈനലിൽ ആ ഗോൾഡ് കപ്പിൽ മുത്തമിട്ടു മെസ്സി. കുട്ടികളെ, ആ മെസ്സിയുടെ ജീവിതം പോലെയാണ് നിങ്ങളുടെ ജീവിതം. ഫെയിലിയർ ഉണ്ടാകും, പരാജയമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. കുഞ്ഞുമക്കളാണ് നമ്മുടെ, അല്ലേ? പക്ഷെ മക്കളെ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കൾ എന്തെന്നറിയോ? ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ധൈര്യമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ആ ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫിഡൻസ് ആണ്. നമ്മളെ മക്കൾക്ക് നമ്മൾ ഒന്ന് മാത്രമാണ് കൊടുക്കേണ്ടത് കേട്ടോ. എന്തെന്നറിയോ? ഏത് സാഹചര്യങ്ങൾ വന്നാലും ജീവിതം മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകണം. പ്രതിസന്ധികൾ എന്തു വന്നാലും നമുക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകണം എന്നത് മാത്രമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ മനസ്സ് ഒരു കൃഷിസ്ഥലം പോലെയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? നമ്മൾ എന്ത് വിത്താണോ അവിടെ ഇടുന്നത് അതാണ് മുളക്കുക. ചില സ്ഥലത്ത് നിങ്ങൾ കണ്ടില്ലേ, കിളകൾ മാത്രമാണ്, അല്ലേ? കള എന്ന് പറയും, അല്ലേ? പുല്ലുകൾ മാത്രമാണ് മുളച്ചു പൊന്തുക. എന്താ കാരണം? അവിടെ നല്ല വിത്തിടാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതാണ് അതിൻ്റെ കുറ്റം. നമ്മളുടെ ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും തരത്തിൽ മോശമാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കേണ്ട കാലത്ത് നല്ല വിത്ത് കൊടുത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ കുട്ടികളുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും നന്നായി നൽകേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും നല്ല വിത്താണ് ആ മക്കളുടെ മനസ്സിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഒരിക്കലും വലിയ മത്സരങ്ങളുടെ വിത്തല്ല അത്, വിദ്വേഷത്തിൻ്റെയും പകയുടെയും വിത്തല്ല. പകരം അവർക്ക് ജീവിതത്തിലെ അനുഭവങ്ങൾ നൽകി നിങ്ങൾ അവരെ വളർത്തണം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ കുറയുന്ന ഒരു കാലമാണ്, ബന്ധങ്ങളുടെ ഊഷ്മളത പോകുന്ന ഒരു കാലമാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിനകത്തെ വലിയ വേഗത കൂടിയ കാലമാണ്, അല്ലേ? അമ്മമാർ നോക്കൂ, ഉമ്മമാർ നോക്കൂ, നമ്മൾ പണ്ടത്തെ പോലെയാണോ? എന്തൊരു ഫാസ്റ്റാണ്. നോളജ് പോലും അങ്ങനെയാണ്, അറിവ് പോലും അങ്ങനെയാണ്. പണ്ടൊക്കെ നമ്മൾ പഠിച്ച കാലത്ത് ഒരു 5 കൊല്ലം കഴിഞ്ഞാലും നമ്മൾ പഠിച്ച തിയറി മാറൂലായിരുന്നു, പഠിച്ച പാഠപുസ്തകങ്ങൾ മാറൂലായിരുന്നു, പാഠഭാഗങ്ങൾ മാറൂലായിരുന്നു. പക്ഷേ ഇന്ന് നോളജ് എക്സ്പയർസ് ഫാസ്റ്റർ ദാൻ ഏർലിയർ ടൈം എന്നുള്ളതാണ്. മുമ്പുള്ള കാലത്തെക്കാളും വേഗത്തിൽ നോളജ് എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുട്ടികൾ 2 കൊല്ലം മുമ്പ് പഠിച്ചതൊന്നുമല്ല അടുത്ത കൊല്ലം വരാൻ പോണത്. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മളുടെ കുട്ടികൾ എന്താവണമെന്ന് ഇന്ന് നമുക്ക് പറയാനേ കഴിയില്ല. മീൻസ് ഏത് ജോലിയിലെത്തണമെന്ന്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താണെന്നറിയോ? ഒരു പക്ഷേ ഇന്ന് നമ്മളുടെ USSഉം NMMSഉം വാങ്ങിയ കുട്ടികളുണ്ടല്ലോ, ആ മക്കൾ 5 കൊല്ലം കഴിഞ്ഞ് ഒരു ഡിഗ്രിയൊക്കെ കഴിയുന്നൊരവസ്ഥയിലേക്ക് അവരെത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ, അവരുടെ പഠനം കഴിയുമ്പോൾ, ഇന്ന് നമ്മൾ കാണുന്ന ഒരു ജോലിയും ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് ഉണ്ടാവുകയേയില്ല. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മളുടെ സ്വപ്നങ്ങൾ വെച്ച് നമ്മളെ കുട്ടികളെ വളർത്താൻ പാടുണ്ടോ? രക്ഷിതാക്കൾ പറയാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ? ഇല്ലേ? പറ്റുമോ? അപ്പോൾ ഇല്ല. അപ്പം നമ്മളുടെ കുട്ടികൾ ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ ഉയരത്തിലേക്ക് എത്തണം. എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താ അറിയോ? ഈ പെരിന്തൽമണ്ണയിലെ കുട്ടികൾ നാളെ ഈ ലോകം കീഴടക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അവർ നിങ്ങളുടെ മാത്രം മക്കളല്ല, എൻ്റെ കൂടി മക്കളാണ് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ഈ സലാം വക്കീലൊക്കെ എപ്പോഴും പറയും, കുട്ടികൾ എന്താണ് നിങ്ങളോട് ഇങ്ങനെ അട്രാക്റ്റ് ആവുന്നതെന്ന്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ജീവിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്, അവരുണ്ടാക്കുന്ന ചരിത്രത്തിന് വേണ്ടിയാണ്. നാളെ നമ്മളൊക്കെ ഇല്ലാതെയാകുന്ന ഈ ഭൂമിയിൽ നമ്മളൊക്കെ മാഞ്ഞു പോകുന്ന ഈ പെരിന്തൽമണ്ണയിൽ
നമ്മളുടെ ഓർമ്മകൾ പോലും ഇല്ലാത്ത ഒരു കാലത്ത് ഈ കുട്ടികൾ ഇന്ന് ഉപഹാരം വാങ്ങുന്ന അവസാനത്തെ കുട്ടിയും അവരുടെ മനസ്സിലൊരു ഓർമ്മ സൂക്ഷിക്കണം. ഒരു ദിവസം അവരഭിനന്ദിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു എന്നവർ ഓർത്താൽ മതി എന്നതാണ് എൻ്റെ ആഗ്രഹം. ഒരു പക്ഷേ ജീവിതത്തിൽ നമ്മൾ നേടുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് പ്രിയപ്പെട്ടവർ? എന്താണ് നിങ്ങളും ഞാനും നേടുന്ന ഒരു കാര്യം? നമ്മൾ മറ്റുള്ളവർക്കൊരു ജീവിതം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു കഥ പറയണ്ടായി. പോർച്ചുഗൽ ടീമിൻ്റെ ആളുകളുണ്ടോ അവിടെ? പോർച്ചുഗൽ ഉണ്ടോ? പോർച്ചുഗൽ ഒന്ന് കൈവക്കിയേ. ഓ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആളുകളുണ്ടോ? റൊണാൾഡോയുടെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. റൊണാൾഡോ ഒരു ദിവസം പോർച്ചുഗലിലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് വളരെ പ്രായമായ വൃദ്ധനായ ഒരാൾ റൊണാൾഡോയുടെ റൂമിന് മുമ്പിലൂടെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. കോറിഡോർ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ റൊണാൾഡോ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് വയസ്സായ ഒരാൾ ഇങ്ങനെ ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്നതാണ്. റൊണാൾഡോക്ക് ഒരു സങ്കടം തോന്നി. അയാളെ നോക്കി നിൽക്കുമ്പോൾ അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് റൊണാൾഡോയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, എനിക്ക് വലിയ സന്തോഷമായി, ലോകത്തെ പ്രശസ്തനായ കളിക്കാരനായ നിങ്ങൾ ഇവിടെ ഈ റൂമിൽ താമസിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ കാണാൻ പറ്റിയല്ലോ എന്ന്. റൊണാൾഡോയെ കണ്ടാൽ സന്തോഷാവൂലേ? സന്തോഷാവൂലേ പോർച്ചുഗൽക്കാരെ? ഇല്ലേ? അപ്പോൾ ഹാപ്പിയായി. ഈ വൃദ്ധനും വളരെ ഹാപ്പിയായി. അപ്പോൾ റൊണാൾഡോ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ വയസ്സം കാലത്ത് ഇത്ര പ്രായത്തിലും എന്തിനാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ കണ്ണുകൾ നിറഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്കൊരു കുട്ടിയുണ്ട്, അവനൊരു സ്വപ്നമുണ്ട്, അവൻ ഡോക്ടർ ആവണമെന്നാണ് അവൻ്റെ സ്വപ്നം. പക്ഷെ പഠിപ്പിക്കാൻ എൻ്റെ കയ്യിൽ സമ്പത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രായമായ കാലത്തും ഞാൻ അവന് വേണ്ടിയാണ്, അവനൊരു വെളുത്ത കോട്ടിട്ട് സ്റ്റെതസ്കോപ്പ് തൂക്കി എൻ്റെ മുമ്പിലൂടെ വരുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്. റൊണാൾഡോക്കും വലിയ വിഷമായി. റൊണാൾഡോ പറഞ്ഞു, നിങ്ങളുടെ മകനെ എനിക്കൊന്ന് വിളിക്കണം. ആ കുട്ടിയെ അച്ഛൻ നമ്പർ കൊടുത്ത് വിളിച്ചു. അവൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവണം, എൻ്റെ വലിയ സ്വപ്നമാണ്. റൊണാൾഡോ പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിക്കാം. പക്ഷെ ആ കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവനെക്കുറിച്ച് മാത്രം ഓർത്ത കുട്ടിയായിരുന്നില്ല. ആ വൃദ്ധനായ അച്ഛൻ്റെ മകൻ അവൻ പറഞ്ഞു, റൊണാൾഡോ അങ്ങ് ലോകപ്രശസ്തനായ കളിക്കാരനല്ലേ, എൻ്റെ കൂട്ടുകാർ എന്നെപ്പോലെ ഫീസ് കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന കുട്ടികൾ ഇനിയും ഉണ്ട് എൻ്റെ കൂടെ, നിങ്ങൾ അവരെയും സഹായിക്കുമോ? റൊണാൾഡോക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പാഷൻ വില കൂടിയ വാച്ചുകളുടെ ശേഖരമാണ്. റോളക്സ് പോലെ ലോകത്തെ ഏറ്റവും വില കൂടിയ വാച്ചുകളാണ് റൊണാൾഡോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാഷൻ. റൊണാൾഡോയുടെ അടുത്ത് 30-ലേറെ കോടിക്കണക്കിന് രൂപ വില വരുന്ന വാച്ചുകളുണ്ട്. റൊണാൾഡോ ആ വാച്ചുകൾ എപ്പോഴും നോക്കും. സന്തോഷത്തോടെ വിലമതിക്കാനാവാത്ത തൻ്റെ വാച്ചുകളെ സാഗൂതം നോക്കി അത്ഭുതപ്പെടുന്ന ഒരാളായിരുന്നു അന്ന് റൊണാൾഡോ. ഈ കുട്ടി പറഞ്ഞു, എൻ്റെ കൂടെ 300ഓളം കുട്ടികൾ ഫീസ് കൊടുക്കാനില്ലാതെ അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ആ വാച്ചുകൾ നോക്കി റൊണാൾഡോ പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാ വാച്ചുകളും വിൽക്കുകയാണ്, പകരം ഈ 300 കുട്ടികളുടെയും ഫീസ് ഞാൻ അടക്കാൻ തീരുമാനിച്ചു എന്ന് റൊണാൾഡോ എന്ന് പറയണ്ടായി. ഈ കഥ അവസാനിക്കുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ആ കുട്ടി റൊണാൾഡോയെ തേടി വന്നു. അന്ന് അവനൊരു വൈറ്റ് കോട്ടിട്ടായിരുന്നു വന്നത്. അവൻ്റെ കഴുത്തിലൊരു സ്റ്റെതസ്കോപ്പ് ഉണ്ടായിരുന്നു. അന്ന് ആ കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, റൊണാൾഡോ, നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. ഇനി എൻ്റെ ഉത്തരവാദിത്തം ഈ നാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് ജീവൻ നൽകുക എന്നുള്ളതാണ്. ഞാനൊരു പൈസയും വാങ്ങാതെ ഞാൻ എൻ്റെ സേവനത്തിലേക്ക് ഇറങ്ങുകയാണ്. കുട്ടികളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. നമ്മുടെ മക്കൾ, എൻ്റെ ഒരു സ്വപ്നം, ഈ പെരിന്തൽമണ്ണയിൽ സ്വപ്നങ്ങൾ കാണുന്ന ഒരു കുട്ടിക്കും പണമില്ലാത്തതിൻ്റെ പേരിൽ അവർ പഠിക്കാതെ പോകരുത് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം.
പക്ഷേ റൊണാൾഡോയെ പോലെ വിൽക്കാൻ എൻ്റെ കയ്യിൽ വാച്ചില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, 38 വോട്ടിൽ നിന്ന് 32,000 വോട്ടിലേക്ക് എന്നെ ഉയർത്തിയ ഒരു നാട് എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ നാട്ടിലെ അവസാനത്തെ കുഞ്ഞിനെയും നമുക്ക് പഠിപ്പിക്കണം. അവരുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് കൈപിടിച്ചുയർത്തണം. അവരുടെ വലിയ ആഗ്രഹങ്ങളെ സഫലമാക്കണം. അവരെ നമുക്ക് നക്ഷത്രങ്ങളാക്കണം. അവർ ഈ നാടിൻ്റെ മേൽവിലാസം ഉണ്ടാക്കണം. സലാം വക്കീൽ ഇവിടെ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ 32,000 വോട്ടിന് ഞാൻ ജയിച്ചതിനേക്കാൾ സന്തോഷിക്കുന്നത് നമ്മൾ 4 വർഷം മുമ്പ് തുടങ്ങിയ ഈ കേരളത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള IAS അക്കാഡമിയിൽ നിന്ന് 109 കുട്ടികൾ ഇപ്പോൾ പച്ച മഷി കൊണ്ട് ഒപ്പുവെക്കുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരായി ഈ സർവീസിലേക്ക് കയറി എന്നുള്ളതാണ്. അതുത്തരമാണ്. 4 വർഷം ഞാൻ എന്തു ചെയ്തു എന്നതിൻ്റെ ഉത്തരമാണത്. ഇവിടെ നിൽക്കുന്ന ഈ മക്കളുണ്ടല്ലോ, ഇന്ന് ഈ ഹാൾ നിറയുന്ന മക്കളുണ്ടല്ലോ, ഇവിടെ ഒരു IPS തെരേസ ജോൺ ഇവിടെ വരികയുണ്ടായി. നാളെ ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ നമുക്ക് പുറത്ത് നിന്നൊന്നുമല്ലാതെ ഈ ഹാളിനകത്തിരിക്കുന്ന കുട്ടികളിൽ നിന്ന് ഗസ്റ്റുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അവിടേക്ക് അവർ വളരണം, അവിടേക്ക് അവർ ഉയരണം. ഞാൻ ഇന്ന് നിങ്ങൾ വാങ്ങിയ ഈ ഉപഹാരമുണ്ടല്ലോ, ഈ ഉപഹാരം നിങ്ങളുടെ ആദ്യത്തെ ഉപഹാരമാണ്. പക്ഷേ 2ാമത്തെ 3ാമത്തെ ആയിരിക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ LSS പരീക്ഷയിൽ ഇവിടെ നിന്ന് ട്രോഫി വാങ്ങിയ ഏതെങ്കിലും കുട്ടികൾ USS പരീക്ഷയിൽ ജയിച്ച് ഇവിടെ ഉണ്ടോ എന്ന് കൈപൊക്കിയേ? ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ഇവർക്ക് നല്ല കയ്യടി കൊടുക്കുക എല്ലാവർക്കും. നിങ്ങളെ കയ്യിൽ ട്രോഫി ഉള്ളത് കൊണ്ടാണോ കയ്യടി പോരാത്തത്? ഉഷാറായിട്ട് കൈയടിക്കേ. ഈ കാഴ്ചയാണ് നമുക്ക് പ്രചോദനമാകുന്നത്. ഇന്നത്തെ LSSകാരോട് ഞാൻ പറയാണ്, ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു, പ്രസിഡന്റിൻ്റെ ഒരു മകള് മകള് കഴിഞ്ഞ തവണ USS വാങ്ങി, ഇത്തവണ LSS വാങ്ങാനാണ് പ്രസിഡന്റ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാണ്, LSSും USSും ഞാനിവിടെ വരുമ്പോൾ ഞങ്ങളുടെ അധ്യാപകരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, സക്കീർ മാഷൊക്കെ ഇവിടെ ഉണ്ട്. അന്ന് ഞങ്ങൾ പലരോടും ചോദിച്ചു, NMMSനെ കുറിച്ച് പല സ്കൂളിലെയും അധ്യാപകർക്ക് അറിയില്ലായിരുന്നു അല്ലേ? അതെ, വളരെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അങ്ങനെ സ്കോളർഷിപ്പ് അറിയൂ. ഇന്നിതാ NMMS സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾ ഈ സദസ്സിലിരിക്കുകയാണ്. അവരുടെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? 7ാം ക്ലാസ് കഴിഞ്ഞ് USS കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ നിന്ന് ഹൈസ്കൂളിലെ ആദ്യത്തെ വർഷം അവർ പരീക്ഷ എഴുതിയാൽ അവർക്ക് NMMS സ്കോളർഷിപ്പ് ലഭിച്ചാൽ +2 കഴിയുന്നവരെ 4 വർഷം തുടർച്ചയായി അവർക്ക് 1000 രൂപ മാസത്തിൽ സ്കോളർഷിപ്പ് കിട്ടും. എത്ര രക്ഷിതാക്കൾക്ക് അറിയാം? ഇപ്പൊ കുറേ ആൾക്കാർക്ക് അറിയാം അല്ലേ? എല്ലാവർക്കും അറിയോ? അപ്പൊ ഈ USS നേടിയ കുട്ടികളെ നിർബന്ധമായും അടുത്ത NMMS പരീക്ഷയ്ക്ക് പ്രാപ്തമാക്കി അവരെ കൊണ്ട് ആ സ്കോളർഷിപ്പ് എഴുതിപ്പിച്ച് ഞങ്ങളും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ആ കോച്ചിങ്ങിന് അവരെ ചേർത്ത് അവരെ പഠിപ്പിക്കണം. എന്നിട്ട് 4 വർഷം നിങ്ങളെ ചെലവില്ലാതെ വേണേ നിങ്ങൾക്ക് ഒരു വായ്പയും തരും. മാസത്തിൽ 1000 രൂപ വരെ കയ്യിൽ വരും. അപ്പം നിങ്ങൾക്ക് വേണേൽ കടവും തരും അവർ. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. റെഡിയല്ലേ? റെഡിയാണോ? റെഡിയല്ലേ എന്ന് ചോദിക്കട്ടെ. റെഡി? ഓക്കെ, നമുക്ക് ചെയ്യണം. പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ കാര്യം എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. നിങ്ങൾക്കൊരു വീട് മാറണം, ഒരു വീടിൻ്റെ മേൽവിലാസം നിങ്ങൾക്ക് മാറ്റണം. ഇന്ന് നിങ്ങളുടെ വീട് അറിയപ്പെടുന്നത് ഒരു പക്ഷേ നിങ്ങളെടുക്കുന്ന ജോലിയുടെ പേരിലാവാം അല്ലേ? ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളത് ഞാൻ പറയാണ്, നിങ്ങളുടെ എല്ലാവരെയും വീട് അറിയപ്പെടുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ ഭാര്യയുടെയോ തൊഴിലിൻ്റെ പേരിലേക്കും. ആ വീടായിരുന്നു ഒരു മാഷ വീടാണെന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ ഇതൊരു ടീച്ചറെ വീടാണെന്ന് പറയും, അല്ലെങ്കിൽ അതൊരു ഡോക്ടറെ വീടാണെന്ന് പറയും അല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കുട്ടികൾക്ക് ആ വീടിനെ അതിനേക്കാളും ഉയരമുള്ള ഒരു മേൽവിലാസത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതൊരു കളക്ടറെ വീടാക്കാൻ കഴിയും, അതൊരു കമ്മീഷണറുടെ വീടാക്കാൻ കഴിയും, അതൊരു SP-യുടെ വീടാക്കാൻ കഴിയും, അങ്ങനെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ വീടാക്കാൻ കഴിയും, ഒരു നല്ല ഓൺട്രപ്രണറുടെ വീടാക്കാൻ കഴിയും,
ലോകത്തറിയപ്പെടുന്ന ഒരു ചിത്രകാരിയുടെ വീടാക്കാൻ കഴിയും. ഇതെല്ലാം നല്ല ഫുട്ബോളറുടെ വീടാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ നമ്മുടെ തൊട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി. അവരാണ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് പെരിന്തൽമണ്ണയിലെ കുട്ടികൾ നേടിയ ഈ മഹാവിജയത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ നേരുന്നു. ഒപ്പം നമ്മുടെ IAS അക്കാഡമിയോടനുബന്ധമായി നമ്മൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സുണ്ട്. IAS ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ഭാവിയിൽ ലീഡർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 8ാം ക്ലാസ് മുതൽ നമ്മൾ ഒരുക്കുന്ന ഒരു പഠനമുണ്ട്. അത് ജൂനിയർ IAS എന്ന് പറയുന്ന കോഴ്സാണ്. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ മക്കളെ ചേർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് പുറത്തുള്ള കൗണ്ടറുണ്ട്, അതുകൂടി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളുടെ മക്കളെ നന്നായി ശ്രദ്ധിക്കുക, നന്നായി അവരെ പരിപാലിക്കുക, അവർക്ക് നന്നായി സ്നേഹം കൊടുക്കുക, അവരോട് നന്നായി സംസാരിക്കുക. സംസാരമാണ് പ്രധാനം. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് പ്രായമുള്ളവർക്ക് വേണ്ടത് തന്നെയാണ്. പ്രായമുള്ളവർക്ക് എന്താ വേണ്ടത്? ആകെ എന്താ വേണ്ടത് അവർക്ക്? ഇവിടെ കുറേ വല്യമ്മമാർ വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് കുട്ടികളുടെ മുത്തശ്ശിമാർ വന്നിട്ടുണ്ടല്ലോ. എന്താണ് അവർക്ക് വേണ്ടത്? പൈസ ആണോ? ചേച്ചി പറ, പൈസ ആണോ? മൊബൈൽ ഫോണാണോ? അല്ല. എന്താ വേണ്ടെന്നറിയോ? അവരെ കേൾക്കാൻ ഒരാൾ വേണം എന്നതാണ് പ്രധാനം. നിങ്ങൾ എത്ര പേർ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ പ്രായമുള്ളവരെ? നിങ്ങൾ എത്ര പേർ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ? ഞാനൊരു കൊച്ചു കഥയോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ദിവസം പ്രായമായ ഒരു അച്ഛനും ഒരു മുതിർന്ന അദ്ദേഹത്തിൻ്റെ മകനും ഒരു പാർക്കിലിരിക്കുകയായിരുന്നു. പാർക്കിലിരിക്കുന്ന സമയത്ത് ഒരു കുരുവി ഇവർ രണ്ടുപേരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് പറന്നു വന്നു. ആ സമയം അച്ഛൻ മകനോട് ചോദിച്ചു, അച്ഛന് പ്രായം ഏറെ ആയിരുന്നു. അച്ഛൻ മകനോട് ചോദിച്ചു, മകനെ, അതെന്തു പക്ഷിയാണ്? ഓർമ്മകൾ പറന്നു പോകുന്ന ഒരു കാലം എല്ലാ മനുഷ്യരെയും തേടിയെത്തും. അന്ന് വീണ്ടും നമ്മൾ കുഞ്ഞുങ്ങളാകും. നമ്മൾ ഓർമ്മിക്കുന്നതെല്ലാം മറന്നുപോകും. മകൻ അച്ഛനോട് വാത്സല്യപൂർവ്വം പറഞ്ഞു, അച്ഛാ, അത് കുരുവിയാണ്. പിന്നെയും കുറച്ച് കഴിഞ്ഞ് ആ കുരുവി അവിടെ നിന്ന് പോയതേയില്ല. അച്ഛൻ്റെ ഓർമ്മയിൽ നിന്ന് പിന്നെയും കുരുവി പറന്നുപോയി. അച്ഛൻ പിന്നെയും മകനോട് ചോദിച്ചു, മോനെ, അത് എന്ത് പക്ഷിയാണ് അവിടെ ഇരിക്കുന്നത്? മകൻ വീണ്ടും പറഞ്ഞു, അച്ഛാ, അതൊരു കുരുവിയാണ്. അച്ഛന് മതിയായില്ല. പിന്നെയും അച്ഛൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു. പിന്നെയും ചോദിച്ചു, അതെന്തു പക്ഷിയാണ്? മകൻ പറഞ്ഞു, കുരുവിയാണ് അച്ഛാ. മൂന്നാമത്തെ തവണ മകൻ്റെ ശബ്ദം കുറച്ച് പരുഷമായി. 2 തവണ കുരുവി എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇനിയും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ ആ അച്ഛൻ നേരെ പോയത് തൻ്റെ ഈ പാർക്കിന് തൊട്ടടുത്താണ് അവരുടെ വീട്. ആ വീട്ടിലെ ഒരു പഴയ അലമാറയിലേക്ക് അച്ഛൻ മെല്ലെ തപ്പി ഒരു ഡയറി എടുത്തു. ആ ഡയറി അച്ഛൻ വീണ്ടും പാർക്കിലേക്ക് കൊണ്ടുവന്നു. മകൻ്റെ മുമ്പിൽ വെച്ച ആ ഡയറി അച്ഛൻ പതുക്കെ തുറന്നു. അച്ഛൻ അതിലെ ഒരു കഥ, അന്ന് എഴുതി വെച്ച അനുഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് മകന് എടുത്തു കൊടുത്തു. അപ്പോൾ ഈ മകൻ കുഞ്ഞായിരുന്ന ഒരു കാലം, ചെറിയ കുട്ടിയായിരുന്നു. നമ്മളെ കുട്ടികളെ ലാളനയോടെ പാർക്കിലിരിക്കുമ്പോൾ അന്നും ഒരു കുരുവി പറന്നു വന്നു. അച്ഛനോട് മകൻ ചോദിച്ചു, ഇതേ മകൻ ചോദിച്ചു, അച്ഛാ, അതെന്ത് കിളിയാണ്? അച്ഛൻ പറഞ്ഞു, മകനെ, ഇത് കുരുവിയാണ്. പിന്നെയും കുരുവിയെക്കുറിച്ച് കുട്ടി ചോദിച്ചു. അച്ഛൻ വീണ്ടും ആവർത്തിച്ചു, അതൊരു കുരുവിയാണ്. പിന്നെ അവനെ വീണ്ടും ചേർത്ത് പിടിച്ചു പറഞ്ഞു, മകനെ, നീ മനസ്സിലാക്കൂ, ആ കുരുവിക്ക് ചിറകുകളുണ്ട്, അത് പറന്നു വരും, അതൊരു കുഞ്ഞു കുരുവിയാണ്. അച്ഛനും അടുപ്പുണ്ടായിരുന്നില്ല. ആ ഡയറി വായിച്ച മകൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് അച്ഛനെ ചേർത്ത് പിടിച്ചു. അന്ന് 1000 വട്ടം കഥകൾ പറയുമ്പോഴും 1000 വട്ടം കിളിയേതെന്ന് ചോദിക്കുമ്പോഴും ഒരു മനസ്താപവുമില്ലാതെ, ഒരു മടുപ്പുമില്ലാതെ അച്ഛൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, മകനെ, ഇതൊരു കുരുവിയാണ്. 3 തവണ അച്ഛനോട് ചോദ്യം ചോദിച്ചപ്പോഴേക്കും മകന് ആകെ കോപം വന്നു, ദേഷ്യം വന്നു, അവന് മടുപ്പായി. അച്ഛനൊന്ന് എഴുന്നേറ്റ് പോകുമോ എന്ന് ചോദിച്ചു. ഇതാണ് അച്ഛനും മകനും തമ്മിലുള്ള വ്യത്യാസം.
അത് നമ്മൾ അച്ഛനാകുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം. കുട്ടികളാകുമ്പോൾ ഒരിക്കലും മനസ്സിലാവാത്ത കാര്യം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൽ ഏറ്റവും വലിയ പങ്കാളികളായിട്ടുള്ളത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഈ അച്ഛനും അമ്മയും ഉമ്മയും വാപ്പയും മാത്രമാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. അവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലാക്കണം. അവർക്ക് വേണ്ടിയായിരിക്കണം നമ്മളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ അത്രയും. നിങ്ങൾക്ക് പടവുകൾ കയറാൻ കോണി വെച്ച് തന്നത് അവരാണ്. ഇഷ്ടങ്ങൾ പലതും മാറ്റിവെച്ചത് അവരാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് അവരെ ഓർമ്മിക്കുക എന്നത് മാത്രമല്ല, ചേർത്ത് പിടിക്കുക എന്നത് കൂടി ഇന്നത്തെ ഈ സന്ധ്യയിലെ, ഇന്നത്തെ ഈ വൈകുന്നേരത്തെ നിങ്ങളുടെയൊക്കെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകട്ടെ എന്ന ആശംസയോടെ വിജയികളായ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരിക്കൽ കൂടി മുക്തകണ്ഠം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് താങ്ക് യു ഓൾ. താങ്ക് യു.